ആദരണീയരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസം പിറന്നിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുമുണ്ട്. പക്ഷേ അല്ലാഹുവോ റസൂലോ റബീഉൽ അവ്വലിനെ ഒരു പുണ്യമാസമായി എണ്ണുകയോ പരിഗണിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഒരു പുണ്യമാസമായി റബീഉൽ അവ്വലിനെ എണ്ണിയിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമെന്ന ചരിത്രപരമായ സവിശേഷത റബീഉൽ അവ്വൽ എന്ന ഈ മാസത്തിനുണ്ട്. അതുകൊണ്ട് ഈ മാസം ഉപയോഗപ്പെടുത്തി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം നബി ലോകാനുഗ്രഹിയാണല്ലോ, വിശ്വവിമോചകനാണല്ലോ, റഹ്മത്തുൽ ലിൽ ആലമീനാണല്ലോ. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനവരാശിക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു സുവർണാവസരമായി ഈ മാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൂടുതൽ പാടിയും പറഞ്ഞും പുകഴ്ത്തപ്പെടുന്ന ഒരു കാലം കൂടിയാണ് ഈ മാസം. എല്ലാ മാസങ്ങളിലും എല്ലാ സമയങ്ങളിലും സത്യവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. ഒന്നാമതായി അവർ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഏറ്റവും കൂടുതൽ അവരുടെ സ്നേഹം, അവരുടെ ഇഷ്ടം അല്ലാഹുവിനോടായിരിക്കണം. രണ്ടാമത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം. അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുകയും നബിയെ പിന്തുടരുകയും ചെയ്യണം എന്ന് സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 31-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഖുൽ, അല്ലാഹു നബിയോട് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ് ഒരു ചോദ്യം. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, എന്നെ അനുധാവനം ചെയ്യണം. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെയും തിരിച്ചു സ്നേഹിക്കും. അപ്പൊ നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവും അല്ലാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവും ഒന്നാണ്. ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കുക. എങ്കിൽ നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ട്. അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും. അപ്പൊ നമുക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അല്ലാഹു നമ്മളെ സ്നേഹിക്കണമോ, നമ്മളെ ഇഷ്ടപ്പെടണമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അല്ലാഹു നമുക്ക് പൊറുത്തു തരണമോ, നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, ഇത് പറയാത്തവരാരുണ്ടാവില്ല. അല്ലാഹു നമ്മുടെ പാപങ്ങൾ നമുക്ക് പൊറുത്തു തരണമോ? വയഗ്ഫിർ ലക്കും ദുനൂബക്കും, എങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണം.
അപ്പൊ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം, പിൻപറ്റണം, പിന്തുടരണം. ശാരീരികമായും മാനസികമായും ജീവിതത്തിലുടനീളം ഇതായിരിക്കണം നമ്മളുടെ നിലപാട്. നബിയോടുള്ള സ്നേഹം നമ്മുടെ പ്രവൃത്തിയിൽ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ മുഅ്മിൻ എന്ന് പറയുമ്പോൾ അതിൽ ഉൾച്ചേർന്നിട്ടുള്ളതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുത്തഫഖുൻ അലൈഹിയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയേയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, അവന്റെ ഉപ്പയേക്കാൾ, അവന്റെ മക്കളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാൾ അവന് പ്രിയപ്പെട്ടതാരാണ്? ഞാനാണ്. ഞാനാകുന്നതുവരെ അവൻ മുഅ്മിനല്ല, മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം തന്റെ അനുചരന്മാരെ സ്നേഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുചരന്മാരോടുള്ള ഇഷ്ടം, സ്നേഹം, കരുതുവെപ്പ്, കരുണ, ഇതൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ധാരാളം ധാരാളം കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടയാളപ്പെടുത്തുന്നുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് തന്റെ അനുചരന്മാരോട് ഇടപെട്ടിരുന്നത്, പെരുമാറിയിരുന്നത് എന്നതിന് ഖുർആനിന്റെ സാക്ഷ്യമാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു റസൂൽ നിങ്ങളുടെ അടുത്തേക്ക് ഇതാ വന്നെത്തിയിരിക്കുന്നു. എന്താണ് ആ റസൂലിന്റെ സവിശേഷത എന്നറിയാമോ? അസീസുൻ അലൈഹി മാ അനിത്തും, ആ റസൂലിന് നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടുണ്ടാകുന്നത് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദന, പ്രയാസം, ബുദ്ധിമുട്ടുണ്ടാകുന്നത് റസൂലിന് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്, അസഹ്യമാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ, അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, റസൂലിനത് വലിയ പ്രശ്നമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വലിയ മാനസികമായ ബുദ്ധിമുട്ടാണ്, സഹിക്കാൻ കഴിയുന്നതല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ളവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ പ്രഥമ പരിഗണന നിങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഹരീസ് സീഗത്തുൽ മുബാലഗയാണ്, അങ്ങേയറ്റം താല്പര്യമുള്ളവനാണ്. ഹരീസുൻ അലൈക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഊഫാണ്, അങ്ങേയറ്റം വാത്സല്യം കാണിക്കുന്നവനാണ്. റഹീമാണ്, അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ്. ഈ വാക്ക് നമുക്ക് പരിചിതമാണ്. അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ്. റഊഫ് അല്ലാഹുവാണ്, റഹീം അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളിൽപ്പെട്ട ഈ വിശേഷണങ്ങൾ എടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്നത് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സത്യവിശ്വാസികളോട് അങ്ങേയറ്റം കരുണയും താൽപര്യവും സ്നേഹവും വാത്സല്യവുമുള്ളവനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ സ്നേഹിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് എത്രയോ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൺമുമ്പിലുണ്ടായിരുന്ന അനുചരന്മാരെ മാത്രമല്ല സ്നേഹിച്ചത്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എല്ലാ സത്യവിശ്വാസികളോടും അങ്ങേയറ്റം വാത്സല്യവും കാരുണ്യവും സ്നേഹവുമുള്ളവനാണ്. അപ്പൊ അതിലാര് പെട്ടു? ഞാനും നിങ്ങളും പെട്ടു, നമ്മളെല്ലാവരും പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയും സ്നേഹിക്കുന്നു, നമ്മളെയും ഇഷ്ടപ്പെടുന്നു. നബിയുടെ സ്നേഹഭാജനങ്ങളിൽപ്പെട്ടവരാണ് നമ്മൾ. സഹോദരന്മാരെ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കൊതിയില്ലേ? സ്വപ്നത്തിലെങ്കിലും നബിയുടെ ആ പൂമുഖം, ആ തിരുമുഖം ഒന്ന് കണ്ടെങ്കിൽ എന്നാഗ്രഹിക്കാത്ത സത്യവിശ്വാസികൾ ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. എന്നതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മയും കാണാൻ ആഗ്രഹിക്കുന്നു. എന്നെ കാണാൻ, നിങ്ങളെ കാണാൻ. ലോകാനുഗ്രഹിയായ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇമാം ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖബറിടത്തിൽ വന്നു. അത്തൽ മഖ്ബറ ഫസല്ലമ അലൽ മഖ്ബറ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലി, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് സലാം പറഞ്ഞിട്ട്, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറയാണ്, ലവദിദ്നാ അനാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, നമ്മുടെ സഹോദരന്മാരെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഖാലൂ, അപ്പൊ സഹാബിമാര് ചുറ്റുമുണ്ട്. അവർ ചോദിക്കാണ്, യാ റസൂലല്ലാഹ് അവലസ്നാ ഇഖ്വാനക്, അള്ളാന്റെ റസൂലേ, എന്താ നിങ്ങൾ പറയുന്നത്? ഞങ്ങളൊന്നും അങ്ങയുടെ ഇഖ്വാനുകളല്ലേ? ഞങ്ങളെ കണ്ടിട്ട് ഇഖ്വാനാണെന്ന് തോന്നുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളാണ്, നിങ്ങൾ എന്റെ ഒപ്പമുള്ളവരാണ്. നിങ്ങൾക്ക് എന്നെ കാണാം, എനിക്ക് നിങ്ങളെ കാണാം. പക്ഷേ വഇഖ്വാനി അല്ലദീന യഅ്തൂന മിൻ ബഅദി, ഞാൻ കാണാൻ കൊതിക്കുന്നത് ആരെയാണെന്നറിയാമോ? എന്നെ കാണാത്ത, എനിക്ക് കാണാൻ കഴിയാത്ത, എനിക്ക് ശേഷം വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സത്യവിശ്വാസികളെയാണ്. അവരെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണ്, ആഗ്രഹിച്ചു പോവുകയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളെ കാണാനുള്ള ആഗ്രഹം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സ്നേഹമുള്ളവനാണ്, നമ്മളോട് കരുണയുള്ളവനാണ്. സത്യവിശ്വാസികളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താൽപര്യവും ശ്രദ്ധയും പ്രകടിപ്പിച്ചിട്ടുള്ള പ്രവാചകനാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുകയും ആ നബിയെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുക, അവന്റെ മഗ്ഫിറത്തും നമുക്ക് ലഭിക്കുക, അള്ളാഹു നമ്മളോട് ഇഷ്ടം കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ യഥാവിധി മനസ്സിലാക്കാനും പിന്തുടരാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ